എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത്? എനിക്ക് വയ്യ, ഇതൊന്നും എനിക്ക് പറ്റില്ല. സാന്ദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ സോഫയിലേക്ക് തളർന്നിരുന്നു. കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അത് കേട്ടതും ദേഷ്യത്തോടെ വിനീത അവളെ നോക്കി. കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് ടീപ്പോയിലേക്ക് ഇട്ടുകൊണ്ട് വിനീത എഴുന്നേറ്റു. പിന്നെ ഞാൻ നിന്നെ പുണ്യം കിട്ടാനാണ് ഇത്രയും പൈസ ചെലവാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് എന്ന് കരുതിയോ? ഇങ്ങനെ ചില ആവശ്യങ്ങൾ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ആ കുടിലിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. വിനീത പറയുമ്പോൾ അവൾ തളർന്നു പോയിരുന്നു. ഇതുവരെ ദൈവത്തിന്റെ കൂട്ടത്തിലായിരുന്നു അവൾക്ക് വിനീത. എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുക, അതിനുശേഷം അവർക്ക് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ എൻ്റെ ജോലി തീരും. കൈ നിറയെ പണവുമായി അടുത്ത ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം. എത്ര നിസ്സാരമായാണ് ചേച്ചി അത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവിതം, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചേച്ചി ചിന്തിക്കുന്നില്ല? കരഞ്ഞുകൊണ്ട് അവൾ ഓർത്തു. സാന്ദ്ര, നീ കൂടുതൽ ചിന്തിച്ച് കാട് കയറണ്ട. നന്ദി എന്നൊരു സാധനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഇത് ചെയ്യും. നിന്റെ അനിയത്തിയുടെ പഠനം, നിന്റെ അമ്മയുടെ ചികിത്സ, ആ ചോർന്നൊലിക്കുന്ന വീട്, ഇതൊക്കെ മാറ്റാൻ നിനക്ക് കിട്ടുന്ന സുവർണ അവസരമാണിത്. നീ സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ നിന്നെ ഞാൻ നാട്ടിലേക്ക് കയറ്റിവിടും. പിന്നെ പഴയതുപോലെ പട്ടിണി കിടന്ന് അവിടെ കഴിഞ്ഞു. വിനീതയുടെ വാക്കുകൾ ഓരോന്നും മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെ സാന്ദ്രയുടെ നെഞ്ചിൽ തറച്ചു. പക്ഷെ ചേച്ചി, അരുണേട്ടൻ, അദ്ദേഹം ഇതിന് സമ്മതിക്കോ? ജ്യേഷ്ഠ തുല്യനായി കണ്ട ഒരാളുടെ മുന്നിൽ ഞാൻ എങ്ങനെ? സാന്ദ്ര വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അരുണിന് ഒരു കുഞ്ഞ് വേണം. അതിന് അയാൾക്ക് ആരോടും ബന്ധപ്പെടാൻ മടിയില്ല. നീ ഇതിന് തയ്യാറാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വിനീത പരിഹാസത്തോടെ പറഞ്ഞു. വിനീത സാന്ദ്രയുടെ വല്യച്ഛൻ്റെ മകളാണ്. സാന്ദ്രയുടെ അച്ഛൻ അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. സാന്ദ്രയുടെ അച്ഛന് കിട്ടേണ്ട സ്വത്ത് മുഴുവൻ വിനീതയുടെ അച്ഛൻ അയാളുടെ സാമർഥ്യം കൊണ്ട് തട്ടിയെടുത്തു. സാന്ദ്രയുടെ അമ്മയ്ക്ക് സാന്ദ്രയെയും അവളുടെ താഴെയുള്ള പെൺകുഞ്ഞിനെയും കൂട്ടി ആ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വന്നു. സാന്ദ്രയുടെ അമ്മ അനിത ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ്. അവിടെ ഏറെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നാണ് അവർ വളർന്നത്. എന്നാൽ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി വല്യച്ഛനും കുടുംബവും വലിയ നിലയിലെത്തി. ഇതിനിടയിൽ വിനീത ചേച്ചിയെ ഒരു അമേരിക്കക്കാരൻ വന്ന് കല്യാണം കഴിച്ചു. നാട് മുഴുവൻ അറിയിച്ച് വലിയ ആർഭാടമായാണ് ആ കല്യാണം നടത്തിയത്. സാന്ദ്രയും അമ്മയും അനിയത്തിയും കല്യാണത്തിന് പോയിരുന്നു. എന്നാൽ അവരെ നാട്ടുകാരായി പോലും അവർ പരിഗണിച്ചില്ല. അതിൻ്റെ സങ്കടം ആവോളം ഉണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സാന്ദ്ര +2 ഉന്നത വിജയം നേടി. ഇനിയങ്ങോട്ട് പഠിപ്പിക്കാനുള്ള പണം അനിതയുടെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ സാന്ദ്രയുടെ പഠനം നിർത്താനും അവർക്ക് കഴിയുമായിരുന്നില്ല. ഈ സമയത്താണ് തങ്ങളെ ഇതുവരെ തിരിഞ്ഞുപോലും നോക്കാത്ത വിനീത ചേച്ചി അവളുടെ വല്യച്ഛൻ്റെ മകൾ അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കാമെന്നും പറഞ്ഞു വരുന്നത്. അനിതയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇത്രയും കാലം തങ്ങളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്തവർ പെട്ടെന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിൽ സാന്ദ്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി. എന്നാൽ അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. മോളെ, അവർക്ക് പണ്ട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തോന്നിയതാകും. ഇതൊരു ദൈവനിയോഗമാണ്. നീ പോയി പഠിച്ച് വലിയ നിലയിലെത്തണം. അമ്മയുടെ കണ്ണുകളിലെ പ്രതീക്ഷയ്ക്ക് മുന്നിൽ സാന്ദ്രയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവരുടെ കൂടെ അമേരിക്കയിലേക്ക് എത്തി. അവിടെ അവളെ ഉപരിപഠനത്തിനായി അവർ ചേർത്തു. എല്ലാം നന്നായി മുന്നോട്ട് പോയി. ഒടുവിൽ പഠനം തീരാൻ നേരത്താണ് വിനീത തൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത്. അതോടെ ആകെ തകർന്നു പോയി അവൾ. വിനീതയുടെ ഗർഭപാത്രത്തിന് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവൾക്കൊരിക്കലും ഒരമ്മയാകാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കൃത്രിമ മാർഗത്തിലൂടെ ഒരു കുഞ്ഞിനെയും അവർക്ക് വേണ്ട. തികച്ചും സ്വാഭാവികമായി തന്നെ അവളുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കണം എന്നുള്ളതുകൊണ്ട് വിനീത ഭർത്താവുമായുള്ള ലൈംഗിക ബന്ധത്തിന് അവളെ നിർബന്ധിച്ചു. പറഞ്ഞു വരുമ്പോൾ തൻ്റെ അനിയത്തിയാണ് സാന്ദ്ര. തൻ്റെ അതേ ചോര. അരുണിനും അവൾക്കും കൂടി ഒരു കുഞ്ഞുണ്ടായാൽ അത് തൻ്റേതല്ല എന്നാരും പറയില്ല. ഇപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന അരുണിൻ്റെ വീട്ടുകാർക്ക് മുൻപ് തല ഉയർത്തി നിൽക്കാൻ അത് മതിയാകും. അവൾ ചിന്തിച്ചു. തനിക്കാണ് പ്രശ്നമെന്ന് ഇതുവരെ അവൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ രാത്രിയിൽ സാന്ദ്രയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ ഇരുട്ടിലിരുന്ന് അവൾ വിങ്ങിപ്പൊട്ടി. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ടൽ കേട്ടത്. നോക്കിയപ്പോൾ അരുണായിരുന്നു. അയാളുടെ മുഖത്ത് വലിയൊരു കുറ്റബോധം നിഴലിച്ചിരിക്കുന്നു. സാന്ദ്ര, എനിക്കറിയാം വിനീത നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ഒരുപാട് എതിർത്തതാണ്. പക്ഷെ അവൾക്ക് വാശിയാണ്. എനിക്കും ഒരു കുഞ്ഞ് വേണമെന്നുണ്ട്. പക്ഷേ അത് നിന്റെ ജീവിതം ബലി കൊടുത്താകരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ കേൾക്കുന്നില്ല. അരുൺ തല താഴ്ത്തി പറഞ്ഞു. ഏട്ടാ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് എൻ്റെ അമ്മയെയും അനിയത്തെയും ഓർക്കുമ്പോൾ
അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വിനീത, ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട് സാന്ദ്ര. നീ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു തുക തരും. അത് വെച്ച് നിനക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ഇനി നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടമില്ലാതെ ഇത് ചെയ്യരുത്. നിനക്ക് നാട്ടിലേക്ക് പോകാം. അതിനെന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അരുൺ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിനീതയുടെ ഭീഷണി സാന്ദ്രയെ തളർത്തിയിരുന്നു. ഒടുവിൽ സാന്ദ്രയ്ക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ഭയത്തോടും ലജ്ജയോടും കൂടിയാണ് അവൾ അരുണിന് കീഴടങ്ങിയത്. ഓരോ നിമിഷവും അവൾ നീറിപ്പുകഞ്ഞു. വിനീത പുറത്ത് കാവൽ നിൽക്കുന്ന കാവൽക്കാരിയെപ്പോലെ പെരുമാറി. മാസങ്ങൾ കടന്നുപോയി. സാന്ദ്ര ഗർഭിണിയായി. ഗർഭകാലത്ത് പോലും വിനീത അവളോട് കരുണ കാട്ടിയില്ല. നീ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതിൽ കൂടുതൽ വികാരങ്ങളൊന്നും നിനക്ക് വേണ്ട. വിനീത എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സാന്ദ്ര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ ഒന്ന് കാണാനോ മാറോട് ചേർക്കാനോ പോലും വിനീത അവളെ അനുവദിച്ചില്ല. നിന്റെ ജോലി കഴിഞ്ഞു സാന്ദ്ര. ഇതാ നിനക്കുള്ള പണം. നാളെ നിന്റെ ഫ്ലൈറ്റാണ്. ഇനി ഒരിക്കലും നീ ഈ കുഞ്ഞിനെ കാണാൻ ശ്രമിക്കരുത്, വിനീത കഠിനമായി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൾ നാട്ടിലേക്ക് പോന്നു. കുഞ്ഞിൻ്റെ കാര്യമോർത്ത് അവൾ കരഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കി. നാട്ടിലെത്തിയ സാന്ദ്ര ഒരു ജീവച്ഛവമായിരുന്നു. അവളുടെ കണ്ണുകളിലെ വെളിച്ചം അണഞ്ഞിരുന്നു. അവളുടെ ശാരീരികമായ മാറ്റങ്ങൾ കണ്ട് അനിതയ്ക്ക് സംശയം തോന്നിയിരുന്നു. അനിത അവളോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞു. അനിത തകർന്നുപോയി. സ്വന്തം ചോരയെ ഇത്ര ക്രൂരമായി ചതിച്ച വല്യച്ഛൻ്റെ കുടുംബത്തോട് അവർ കടക്കാനാവാത്ത ദേഷ്യം തോന്നി. എന്നാൽ അമേരിക്കയിൽ കാര്യങ്ങൾ വഷളായി. വിനീതയ്ക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. കുഞ്ഞ് കരയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. കുഞ്ഞിൻ്റെ മലവും മൂത്രവും വൃത്തിയാക്കാൻ അവൾ കറപ്പായിരുന്നു. അരുൺ ഇതിനെ നോക്കാൻ ഒരു നേഴ്സിനെ ഏർപ്പാട് ചെയ്യൂ. എനിക്കെൻ്റെ ഉറക്കം കളയാൻ വയ്യ. നിന്റെ വീട്ടുകാർ ഒരു കുഞ്ഞില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ചീപ്പ പരിപാടിക്ക് ഞാൻ നിന്നത്. ഇപ്പോൾ എനിക്ക് സമാധാനം പോയി കിട്ടി. വിനീതയുടെ വാക്കുകൾ കേട്ട് അരുൺ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊന്നും വേണ്ട എന്ന് അരുൺ ആവും പോലെ പറഞ്ഞതാണ്. അവളുടെ വാശിക്ക് മുന്നിൽ തോറ്റുകൊടുക്കുകയായിരുന്നു. അരുണിന് ദേഷ്യം വന്നു. അയാൾക്ക് സാന്ദ്രയോട് ബഹുമാനം തോന്നി. തൻ്റെ കുഞ്ഞിനെ 10 മാസം ചുമന്നവൾ, ഒരു പരാതിയും പറയാതെ എല്ലാം സഹിച്ചവൾ. ഒരു ദിവസം വിനീത കുഞ്ഞ് കൂടുതൽ കരഞ്ഞപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് കണ്ട് അരുൺ പൊട്ടിത്തെറിച്ചു. മതി വിനീത, നിനക്ക് അമ്മയാകാൻ യോഗ്യതയില്ല. നിനക്ക് വേണ്ടത് പണവും നിന്റെ സുഖവും മാത്രമാണ്. ഈ കുഞ്ഞിന് വേണ്ടത് അവൻ്റെ അമ്മയാണ്. അയാൾ വിനീതയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അവളുമായിട്ടുള്ള ബന്ധം അയാൾ വേർപെടുത്തി. പിറ്റേ ദിവസം തന്നെ അരുൺ കേരളത്തിലേക്ക് തിരിച്ചു. സാന്ദ്രയുടെ കൊച്ചു വീട്ടുമുറ്റത്ത് കാറ് വന്നു നിന്നപ്പോൾ അവൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. അരുൺ കുഞ്ഞുമായി കാറിൽ നിന്നിറങ്ങി. സാന്ദ്ര ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ വാരി പുണർന്നു. സാന്ദ്ര, എന്നോട് ക്ഷമിക്കണം. വിനീതയ്ക്ക് ഈ കുഞ്ഞിനെ വേണ്ട, പക്ഷേ എനിക്ക് വേണം. എനിക്കും എൻ്റെ മോനും നിന്നെ വേണം. നീ വരുമോ എൻ്റെ കൂടെ, എൻ്റെ ഭാര്യയായി, എൻ്റെ മകൻ്റെ അമ്മയായി? അരുൺ ചോദിച്ചു. സാന്ദ്രയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകി. കുഞ്ഞിനോടുള്ള അവരുടെ സ്നേഹം കണ്ട് അരുൺ അവളെ ജീവിതത്തിലേക്ക് കൂട്ടി. പഴയ നോവുകളെല്ലാം മാഞ്ഞുപോയി. സാന്ദ്ര തൻ്റെ കുഞ്ഞിനെയും അരുണിനെയും ചേർത്ത് പിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. വിനീത തൻ്റെ അഹങ്കാരത്തിൽ തനിച്ചായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.